ഇന്ന് വന്നേക്കുന്നത് എവിടെയാണെന്നോ? അലൈൻ വൈൽഡ് ലൈഫ് പാർക്ക് ആൻഡ് റിസോർട്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. 25th December 2021 ഇന്നത്തെ ക്രിസ്മസ് അലൈൻ വൈൽഡ് ലൈഫ് പാർക്കിലെ ആനിമൽസിൻ്റെ കൂടെ. ലെറ്റ്സ് ഗോ. ഇതിൻ്റെ ഒരു കുഞ്ഞു സിംഹവും കുട്ടി സിംഹവും അല്ല വലിയ സിംഹവും. ആ real grass. They maintain well. Nagadakelle. Why? ആ റെയിൻഡിയേഴ്സ് ഒക്കെ നിന്നെ നോക്കണം. റെയിൻഡിയർ അല്ല ഗ്യാസ് ഗ്യാസിന്നൊക്കെ നിന്നെ നോക്കണേ. ബിക്കോസ് യു ആർ സ്പോട്ടഡ് with your പുല്ല് ഗ്രാസ് അല്ലേ? ഈ ഗസിയിൽ നിന്ന് നമ്മൾ തന്നെ നോക്കണേ. അതുപോലെ നമ്മൾ തന്നെ നോക്കാം. അമ്മാനെ നോക്കണമെന്ന് തോന്നണ്ടല്ലേ? അമ്മായി മനസ്സിലായ മതി. ഒരു പാം ട്രീക്ക് 250 ബേർഡ്സ്. ആ പിന്നല്ല ഇത് വായിച്ചേ. The sweetest tree. The sweetest tree. Bees make the world's best tasting and one of the most expensive honey from cedar tree. Flowers. The bees make up to 37,000 wow trips from hive to flowers to make 1 kilogram of honey. നിക്ക് വെയിറ്റ്, ഞാൻ ചെയ്തോളാം. നമ്മളിനി പോകുന്നത് ബിഗ് കാറ്റ് ഒയാസിസിലേക്കാണ്. ബിഗ് കാറ്റ് പുറകില് നമ്മൾ ബിഗ് കാറ്റ് സർവീസിലേക്ക് പോകാൻ പോവാട്ടോ. ഏത് നേരം വേണമെങ്കിലും സിംഹം ചാടി വീഴാവുന്നതാണ്. ടൺ 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 ടൺ. Hello. Lion King. ഇത് സിംബ എന്നോന്നല്ലേ അത്? ആ പറഞ്ഞു ചെന്ന് അടുത്തേ അല്ലേ നല്ലോണം ഹായ് പറയും.
ഡോണ്ട് ഡിസ്റ്റർബ് ദി ആനിമൽസ് ആദി പറഞ്ഞില്ലേ, അവര് തളർന്ന് കിടന്ന് ക്ഷീണിച്ച് ഉറങ്ങുക. അവിടെ എഴുതിയിട്ടുണ്ട്. African lion, white color. The white lions are color form of the African lion and not a. അതെന്താ ആഫ്രിക്കൻ ലയൺ വെളുത്തിരിക്കുന്നത്? അത് അവിടത്തെ ആൾക്കാർ ലയൺ വെളുത്തു. ഇവിടെ വന്നാണ് സിംഹം രാവിലെ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും. ഇല്ല, ഇത് സിംഹത്തിന് വെള്ളം കുടിക്കാനുള്ള സ്ഥലം. മുതലോ? ദേ ഒരു മുതല്. മുതലേ കണ്ട് ഞെട്ടുന്ന എന്റെ മുതൽ എവിടെ? അവിടെ ഒരു ഗ്രീ കളറിലൊരു സാധനം കണ്ടോ? ഫസ്റ്റ് ട്രീ കണ്ട ഈ ട്രീ, ചെറിയ ട്രീ. ഇവിടെ ഫസ്റ്റ് ട്രീ, സെക്കൻഡ് ട്രീ കണ്ട, 2 പാം ട്രീ. ആദ്യം ഇവിടെ ഫസ്റ്റ് ട്രീ ആണത്. ഹലോ, ഞാൻ പറഞ്ഞത് ക്രോക്കഡൈൽ. അപ്പൊ ക്രോക്കഡൈലും ലൈനും വന്ന് കുളിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന സീന. അടുത്ത ജന്മം ഇങ്ങനെ വല്ലതും ആയാൽ മതി. സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ കണ്ടില്ലേ? എന്റെ പൊന്നാദി, ദിസ് ഇസ് ലയൺ. മുടിയുണ്ട്, അതിപ്പോ ഷേവ് ചെയ്ത് വന്നേക്കുവാ. അത് ഈ റൈറ്റ് സൈഡിലുള്ളതില്ലേ? റൈറ്റ് സൈഡിലുള്ളത് മറ്റേത് ലയണസ് എന്ന് പറയും. എടാ, ലയണസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഫീമെയിൽ ലയൺ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല. എന്താണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആണോ? ഒരു മാരേജ് കോൺട്രാക്റ്റിൽ ഒപ്പിട്ടിട്ടുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇനി ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ഇതൊന്നും പറയണേ. മുഖം കണ്ടില്ലേ ഇരിക്കണേ? നമ്മള് വഴക്കുണ്ടാക്കാൻ പക്ഷെ പുറയില് ഭാര്യ ഉണ്ടല്ലോ. ഒന്ന് അലറിയാൽ എന്താ കുഴപ്പം? അലറ് പോരിട്ട് ഇന്നൊരു ഉന്മേഷം ഇല്ലല്ലോ. കാട്ടുപട്ടിയാ? കാട്ടിലുണ്ട് പട്ടികൾ. എവിടെ? അതേ കണ്ട. വൈൽഡ് ഡോഗാന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, ഇവിടെ എഴുതിയുണ്ടാവുമല്ലോ. പൂമ? ഇത് പോമയാണോ പ്യൂമയാണോ? അങ്ങനൊരു ജീവി ഉണ്ടല്ലേ ഇപ്പൊ? ഓ, പ്യൂമയുടെ മറ്റേ സൈൻ കണ്ടിട്ടില്ലേ? ലോഗോ കണ്ടിട്ടില്ലേ? ഇതാണ് ആ സാധനം, ചാടുന്ന സാധനം. ജാഗ്വർ. പൊന്നാതി കണ്ട. ഫ്ലോറിഡയില് കറങ്ങി നടക്കേണ്ടതാണ്. ഇവിടെ UAE ചൂടില് റൂമില് ഒറ്റയ്ക്ക് ഇരിക്കണം. ബാച്ചിലർ അക്കോമഡേഷനാണ്. ആര്? പൊങ്ങോ? പിന്നെ ഇയാളാര്? ഈ പോണ്ടിന്റെ, ഇത് പോണ്ടാട്ടോ ആദ്യ. ഈ പോണ്ടിന്റെ അടിയിൽ ആരുണ്ട്? മുതല. പിന്നല്ലാതെ വരണില്ല. കുളിക്കുവാന്ന് തോന്നുന്നു, മുങ്ങി കുളിക്കുവാ. പുറത്തേക്ക് വന്നാണിക്കല്ലേ? എവിടെ? ദേ വരുന്നത്.
മടിച്ച് നിൽക്കാതെ കടന്നു വരൂ. എവിടെ? ഓന് ശ്വാസം മുട്ടി. ആ മരത്തിന്റെ താഴെ പാം ട്രീ ഇല്ലേ, പാം ട്രീന്റെ താഴെ നോക്കി, അവിടെ ഹെഡ് മാത്രം ഇട്ട് പിച്ചി പൊങ്ങിയേക്കണ വേണ്ട, കണ്ണ് മാത്രം, കണ്ണും മൂക്കും മാത്രം കാണാൻ പറ്റുന്നുണ്ട്. അതിക്ക് നേരത്തെ നല്ല ക്ലിയർ പിക്ചർ ആയിരുന്നു. ആരാ ആരാ പേര് പറഞ്ഞില്ലേ? പേരെന്താന്ന് ചോദിക്കൂ. എവിടെ? ഓന്താണോ? പോണ്ടിന്റെ അവിടെ എന്ത്? ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. എവിടെടാ? എവിടെ പോണു? ദേ അതാണ്, വെള്ളമൊന്നും അല്ലടോ. പോവരുത്, നാണിക്കല്ലേ, വരൂ. എന്തുവാ? ഹാബിറ്ററ്റ് ആയിരിക്കും. പാന്തറ ഓൻക ഇതിന്റെ വേറൊരു പേര്. Jaguar jaws are so powerful. ജോസച്ചായന്റെ കുടുംബാണ് ഇവര്. They can crush the skull of an animal with one bite. ഇതിനെയാണ് പെട്ടെന്ന് മൂറി രണ്ടെന്ന് പറയണത് അല്ലേ? ഭയങ്കര പവർഫുൾ ആണ്. They can crush the skull of an animal with one bite. വെട്ടൊന്ന് മൂറി രണ്ട്. Forest, grassland and കുടിയേറി പാർത്തേക്കും അമേരിക്കക്കാർക്ക് അവിടുത്തെ തണുപ്പ് പറ്റണില്ല. ഇവിടെ ഒളിച്ചിരിക്കല്ലേ, വാ. ഓ, നമ്മുടെ ജംഗിൾ ബുക്കിലെ ഹൈന. ആദി ജംഗിൾ ബുക്കിലെ ഷേർഖാന്റെ ഹൈന അല്ലേ? എവിടെയോ ഉണ്ട്, നീ കണ്ടിട്ടില്ല? നമ്മുടെ മോഗ്ലിനെ കഷ്ടപ്പെടുത്തിയ ഹൈന അല്ലേ? അതാണ്, കണ്ടാ കൂട്ടിക്കിടക്കണ കണ്ടാ? ആദി ആരെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത്. എവിടെ താൻ? ആഫ്രിക്ക. ഹൈന ആഫ്രിക്കനാ? സബ് സഹാരൻ ആഫ്രിക്ക. ഓക്കെ. ഇവിടെ മറ്റേ ഇവൻ വന്നായിരുന്നോ, മിന്നൽ മുരളി? ചുരുട്ടി വെച്ചേക്കാൻ നോക്ക്. പൂക്കളും പുഴകളും പൂനിലാവിലേറിയും ഭൂമി സുന്ദരം. ആദി പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂനിലാവിലേറിയും ഭൂമി സുന്ദരം. ആദി റിയ, ഈ പാം ട്രീ നോക്ക്. അപ്പം നമ്മള് ഫബിയുടെ കുടുംബക്കാരെ കാണാൻ പോവാണ്. അവിടെ ചിമ്പാൻസി, തൊട്ടപ്പുറത്ത് എൻ്റെ കുടുംബക്കാരുണ്ട്, വൈറ്റ് ലയൺസ് ഒക്കെ നമുക്ക് കാണാം. ദേ ഫബി, കണ്ണാടി നോക്കണ ഫബി. ദേ അതും കറുപ്പ് ഇതും കറുപ്പ്. ഹലോ. ഇഷ്ടപ്പെണങ്ങി. എത്ര നാളായി കണ്ടിട്ട്. കണ്ടതും പിണങ്ങിപ്പോയി. പിന്നാമ്പുറം കാണിച്ചാ നടക്കണത്. കൊരങ്ങാ, എവിടെ? അവർ രണ്ടുപേരും തന്നെയാ. ചിമ്പാൻസി എവിടുന്നാന്ന് നമുക്ക് വായിച്ചു നോക്കാം. Fact: chimpanzees are basically Indians from Kerala, Kochi. Hey. Hello. ദൈവം എന്റെ അടുത്തേക്കാണല്ലോ. ഇഷ്ടപ്പെട്ടെന്നാ തോന്നണേ. ഹായ് ഹലോ. നമ്മൾ തമ്മിൽ 2% വ്യത്യാസത്തിലാണ് ഞാൻ ഈ മഞ്ഞയോടൊപ്പം നീ തുണിയില്ലാതെ നടക്കണത്.
അയ്യോ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എവിടെ ആയിരുന്നോടോ താൻ? നീ ഉമ്മ കൊടുക്കണ്. അടിപൊളി. പപ്പാന്റെ അതേ ഇരിപ്പാ. എന്നോട് വിശേഷം? ഹേയ്, how are you? Shake hand. Shake hand. Shake hand. Shake hand. Shake hand. തരൂല? പോയി. ദുന്തി കാണിക്കരുത് പ്ലീസ്. അറബികളെ കണ്ടപ്പോൾ ഞങ്ങളെ മറന്നു അല്ലേ? അയ്യോ പോസ് ചെയ്യണോക്കെ, ഇരിക്കണോക്കെ, അടിപൊളി. ഹലോ എന്നടാ? എന്തൊക്കെയോ പറയണ്ടല്ലോ. അതെ അതെ അതെ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് ബോയ് ആണ് ഗേൾ ആണ്? ഓപ്പോസിറ്റ് സെക്ഷൻ ആണോ? ഇത് ഗേളാണോ? ദേ ഭയങ്കര വർത്താനം അവിടെ ഇരുന്നോണ്ട് അറബികളോട്. ഓ ഇതേതാണ്ട് അറബി പഠിച്ച ഇതാട്ടോ കൊരങ്ങ. ഞാനോ? ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളെ. നിങ്ങൾ എത്ര നാളെ വന്നിട്ട്? ഞാനിവിടെ വർഷങ്ങളായിട്ട് വന്നിട്ട്. ആ നിങ്ങൾക്ക് പിള്ളേരൊക്കെ ആയി? ഞങ്ങൾക്ക് ആയിട്ടില്ല. മണ്ണി കളിക്കണം. മണ്ണി തോണ്ടി തോണ്ടി കളിക്കുന്ന ഒരാൾ. നാണം വരുന്നു. ഇതാരി മണ്ണി തോണ്ടി കളിക്കണോക്കെ. അയ്യോ പാവം. വാടാ, മതിയാക്കടാ. നീ എന്താ പോയി കാണിക്കണത്? വാ, വാ. ഞാനിവിടെ മണ്ണി തോണ്ടി മടുത്തു കിട്ടാ. കുഴി കുഴിക്കുക. കൊരങ്ങ, പൊരിച്ച കോഴിന്റെ മണം. അല്ലല്ല, വച്ച കോഴിന്റെ മണം. ഭയങ്കര ഇഷ്ടായി. അയ്യോ, 2% വ്യത്യാസത്തിൽ നമ്മൾ ഇങ്ങനെ അവരിങ്ങനെ കണ്ട. 98% DNA ഹ്യൂമൻസിന്റെയും ഇവരുടെ മാച്ചിങ്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ 2% ഫബി കറുത്ത ഉടുപ്പിട്ടേക്കുന്നു, അവര് കറുത്ത ഫറിട്ടേക്കുന്നു. പക്ഷെ ആരാ സുഖിക്കണേ നോക്കി ശരിക്കും പറഞ്ഞ അവര്. എന്നാലും അവർ അപ്പൊ അതതിന്റെ കുഞ്ഞാണ്. അല്ലെങ്കിൽ ഇത് ട്രയാങ്കിൾ ലവ് സ്റ്റോറി ആയിരിക്കും. കണ്ടോ, ട്രയാങ്കിൾ ലവ് സ്റ്റോറി. 3 പേരും ട്രയാങ്കിൾ പോലെ ഇരിക്കണതും. എവിടെ പോയി? അല്ല, എന്നാ പോരെ, നമുക്ക് പോവാം. ഇനി ആരെയാ നമ്മള് കാണാൻ പോന്നേ? ഇതാ കൊരങ്ങന്റെ പ്ലേസ് തന്നെയാ. ഇത് അവരുടെ ഒരു ഇതല്ലേ? അല്ല അല്ല, ഇത് പുതിയ ആരാണ്ടവാ. ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അമ്പടൊക്കെ ഏമാ ദേ കിടക്കണ. അമ്പട ചിഞ്ചിഞ്ചാക്കടേ കിടക്കണ കണ്ടില്ലേ? ആ പക്ഷിയെ നോക്കാതി, അതിനൊരു പേടിയില്ല. കന്നഡ മാറ്റി. ഗ്ലാസ് പിടിച്ച് സംസാരിക്കുകയാണോ? ആഫ്രിക്കൻ ലയൺ. ഒന്ന് ചാടിയാ പുറത്തിറങ്ങാൻ പറ്റുമോ? ഈസിക്ക് ചാടാ ഈ മതില്. എന്റെ അല്ലോ, കൊടുത്ത് ഉറങ്ങി കിടക്കുമായിരിക്കും അല്ലേ? നിനക്ക് നെക്സ്റ്റ് ഒരു ജന്മം ഉണ്ടെങ്കിൽ, നെക്സ്റ്റ് ഒരു റീബർത്ത് ഉണ്ടെങ്കിലേ ആരാവാനാ ഇഷ്ടം? മങ്കി. എഴുന്നേറ്റാ? അയ്യോ ദാരിദ്ര്യം. എല്ലാം തോലുവാണല്ലോ കർത്താവേ. ഇത് വെജിറ്റേറിയൻ ആണോ? അയ്യോ, ഇതെന്തോ ഇങ്ങനെ ശോഷിച്ചിരിക്കുന്നേ. ഇതിപ്പോ ഞമ്മ പോലത്തെ ടൈഗർ ആണെന്ന് തോന്നുന്നു. ഇത് അടുത്തന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച്. കുറച്ചും കൂടി അയ്യോ, ഇത് അപ്പൂപ്പൻ.
വന്നുണ്ട് ഇങ്ങോട്ട് വരും. ആണോ? എവിടെ? ഇങ്ങോട്ട് വന്നുണ്ട്. ആ യങ് ആയിട്ടുള്ളത് വന്നുണ്ട്. ആ ഒരു സിംഗം. ആ അടിപൊളി. ഇതാ വരണു ഒരു സിംഗം. അയ്യേ ഒളിച്ച് പേടിച്ചു. ആരാ ഇവിടെ കിടന്നുറങ്ങുന്നത്? എല്ലാവരും ഉറക്കം. ആകെ ആ കുരങ്ങന്മാർ മാത്രമാണ് കുറച്ച് ആക്റ്റീവ്. ബാക്കി എല്ലാവരും ഉറക്കാം. ഇന്ത്യൻ ലയൺസ് ഒക്കെ പുറത്തിറങ്ങി നടക്കുക. ആദ്യം ആഫ്രിക്കൻ ലയൺസ് ഒക്കെ കൂട്ടില്. ഇന്ത്യൻ ലയൺസ് ഒക്കെ നമ്മളെപ്പോലുള്ളൊരു പുറത്ത് നടക്കുക. പുറത്ത് ഇവിടെ ആരുമില്ല. ആയിച്ചേ എന്ത് തെറ്റാ. ഹണ്ടിങ് is mostly carried out by the females working together to ambush the prey. Males usually eat first, then females, then cubs. പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ഭക്ഷണം കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത് കെട്ടിയവൻ കഴിച്ച് പിന്നെ ഭാര്യ കഴിക്കും. എന്താണിത്? ഇവിടെ അതെ ഷൗവനിസം. പിന്നെ എവിടെ 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 എവിടെ? ഈ പാവം പോയി കഷ്ടപ്പെട്ട് ഭക്ഷണം കണ്ടുപിടിച്ചോണ്ട് വരും. ആൺ ലയൺ വന്നിട്ട് അത് തിന്നും. പിന്നെ ഇതിന് കൊടുക്കും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കും. അത്ര അങ്ങനെയാണ്. കണ്ടോ എന്താ ജീവിതം. വൈറ്റ് ടൈഗർ. എൻ്റെ അമ്മയെ പൊളിച്ച്. ഫബി വേണ്ട ഫബി, എനിക്ക് പേടിയാവണം ഫബി. ഇതിന് ചാടാൻ പറ്റുമോ? ഓ ഒരു ഇച്ചിരിയെങ്കിലും. ആ 2 സിംഹങ്ങൾ ഇരിക്കുന്നുണ്ടല്ലേ. ഞാൻ വീഡിയോ എടുക്കുവാണ്, അതുകൊണ്ടാ. 2 സിംഹങ്ങൾ ഇരിക്കുന്നുണ്ടോ? അതെ, പക്ഷേ വീഡിയോ എടുക്കണത് ഒരു സിംഹിനിയാണ്. സിംഹിനി. കണ്ടോ? ഒരു ഈച്ച പുലിനെ വരെ ഡിസ്റ്റർബ് ചെയ്യും. ഫബി ഇച്ചിരി ഒന്ന് മാറിക്കേ. ഫബി ഒന്ന് മാറിക്കേ ഇച്ചിരി. അടിപൊളി. ഫബിയെ കണ്ടിട്ടൊന്ന് നക്കി തിന്നാൻ തോന്നുന്നുണ്ടായിന്. എന്റെ അമ്മ, എന്റെ അമ്മ. പക്ഷെ ആദ്യം എന്റെ ധൈര്യം കണ്ടോ. ഞാൻ പൂച്ചയുടെ അടുത്ത് വരില്ല, പക്ഷെ സിംഹത്തിന്റെ അടുത്ത് വരും. ആദ്യം വേണ്ട. ആദ്യം എനിക്ക് എന്റെ മുഖം കണ്ടിട്ട് ആദ്യം അതിന്റെ പാൽപിറ്റേഷൻ കൂടുന്നുണ്ട് കേട്ടോ. ആദ്യം അങ്ങനെ ചിരിച്ചൊക്കെ കാണിക്കടാ. ഫബി ഞാനൊന്നിരുന്നോട്ടെ, എനിക്ക് ചെറിയൊരു ഭയമുണ്ട്. അവിടെ ഇരിക്കൊന്ന്. അവിടെ ഇരിക്കും അമ്മ. അമ്മ അവിടെ ഇരിക്കും അമ്മ. ആ ബാഗ് മാറ്റിയ ആദ്യം. ബാഗ് മാറ്റിയ. അമ്മ അവിടെ ഇരിക്കും അമ്മ. മമ്മ ഇരിക്കാനാ പറഞ്ഞവിടെ. ഒന്നിരിക്കണ്ട ജനി, കളിക്കല്ലേ. ആദ്യം പിടിച്ച ഇത് പിടിച്ചേ. ഇവിടെ ഇവിടെ ഇത് പിടിക്ക്. ഇത് പിടിക്ക്. അപ്പം അമ്മനെ അവിടെ പിടിച്ചിരുത്തട്ടെ. ആ ആ ആ ആ ആ ആ. എന്താണ് നിന്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് അവിടെ അതിന്റെ കൂട്ടത്തിലിരുന്നേ നോക്കട്ടെ. പിടിച്ചോണ്ട് ആ മമ്മ ഇരിക്കട്ടെ. ആ ഇരിക്ക് ഇരിക്ക്. മമ്മ കളിക്കല്ലേ, അവിടെ ഇരിക്കും. നിന്നെ ഇഷ്ടായി അതല്ലേ? എന്റെ കളർ ഭയങ്കര ഇഷ്ടായി. കണ്ടാ എനിക്ക് എന്റെ കൂടെ നിക്കാൻ പറ്റണില്ല. ഇങ്ങനെയല്ലേ അവിടെ പോകുന്നവർ ഇതിനൊക്കെ തൊട്ട് നിക്കണത്? ഈ ഒരു ചില്ലാണ് ഫബി. ഇത് പലപ്പോഴും മാന്തിയിട്ടുണ്ടോ ചില്ലില്? അടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് ചില്ല് കടിച്ചു പൊട്ടിച്ചതല്ല. ഈ കല്ലിലൊക്കെ വരാണ്. മുന്നിൽ ഇരിക്കാൻ
പേടിയാൻ പേടിയാന്ന് പറയില്ലേ, ആ ഒരു പേടി എനിക്ക്. നിക്കാൻ എനിക്ക് കുഴപ്പമില്ല, പേടിക്കാൻ പറ്റുന്നില്ല. അവിടെ ഇരിക്കാൻ ഞാൻ അവിടെ ഇരുന്നോളാം. ജനി വെയിലടിക്കണോടത്തിരിക്കും. ആദ്യം പറയടാ. അതിന് ബോറടിക്കരുത്. ആദ്യം ഒന്ന് പിടിച്ചേ, എൻ്റെ മമ്മാൻ്റെ വീഡിയോ എടുക്കും. എന്നാ ആദ്യം ഇങ്ങോട്ട് വാ. ഇല്ല മമ്മാൻ്റെ ഫുൾ വീഡിയോ കിട്ടണം കേട്ടോ. മമ്മാൻ്റെ തലയൊക്കെ കിട്ടണേ. കൈ മാറ്റി വിടണം. പോയി അത് വാ. I got scared when you opened that door. No, you cannot come from here. There's the only one door there for you. From This there, one. all this one is the wall. All this one is the wall, you cannot come. ഓക്കെ Don't scare. താങ്ക് യു. വാ മാമ ഇവിടെ വാ. പബി വേണ്ട പബി, എനിക്ക് എന്നുള്ള ധൈര്യം ഇല്ല. എന്ത് ധൈര്യം ഇല്ലാന്ന് അതാ അതിന്റെ പഠിക്കും. നന്ന് ഷൂട്ടേ. അതിനെ കുരുപൊട്ടിക്കല്ല, അതിന് ദേഷ്യം വന്നു തുടങ്ങി. പാവമുണ്ട് ശരിക്കും. നേരെ എവിടെ തുള്ളിച്ചാടി നടക്കേണ്ടതാ. ഫബിയെ കണ്ടിട്ടൊന്നും കടിക്കാൻ തോന്നുന്നുണ്ടായി. ഞാൻ അടുത്തിരിക്കാത്തതിന്റെ ദേഷ്യമാണോ? Such a huge tiger he is. എനിക്കെന്റെ അടുത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ, സത്യം. പൂച്ചയുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴായിരുന്നു നമ്മൾ റീസെന്റ് ഒരു മൂവി കണ്ടില്ലേ, അത് വൈറ്റ് ടൈഗർ. ആദ്യം കണ്ടില്ല. കൈയൊക്കെ നോക്കിയാ എന്താ മസിൽസും. ഇവര് ജിമ്മിൽ പോവാറുണ്ടോ? ഇത്ര ദിവസം വർക്കൗട്ട് ചെയ്യും, ഇത്ര മസിൽസ് ഉണ്ടാവാൻ. ഇതൊക്കെ തന്നെ ആക്ടിവിറ്റി. തിന്നാ. ഞാൻ നിൽക്കാത്തതിന്റെ ദേഷ്യമാണെന്ന് തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് നിങ്ങളുടെ അത്രയും പേടിയില്ല. മതി മതി. ഓക്കെ ബൈ. നോ വേ മതി. ഓക്കെ ബൈ. ബാപ്പു ആദി ലെറ്റ്സ് ഗോ. അതന്നെ ദേ നമ്മള് തന്നെ നോട്ടം മോനെ അല്ലട്ടോ. ചിലപ്പോ ഒറ്റക്കണ്ണനായിരിക്കും. ഹേയ് കളിയാണോ? എല്ലാം ഒരു ഭാവമാണല്ലോ. നമസ്തക്ക് ബൽബൽ. ഇല്ല വന്നില്ല. അപ്പം യാല്ല ബൈ. സീ യു. ബൈ ബൈ. എന്റെ ദൈവമേ, അതിന് ഇങ്ങോട്ടേക്ക് കാല് വെക്കാൻ അറിയത്തില്ലേ? പോവാൻ വാവേ, വാ പോവാ. ഓക്കെ ബൈ. ഇനിയും നമ്മൾ എങ്ങോട്ടാ പോണത്? എനിക്ക് തോന്നുന്നു എലിഫൻസിനെ കണ്ടിട്ടില്ല, എലിഫൻസിനെ കാണണം. പിന്നെ കിങ് കോങ്, പിന്നെ ബേർഡ് സാങ്ച്വറിയിൽ പോകണം. പിന്നെ എവിടെയാണോ എവിടെയെങ്കിലുമൊക്കെ പോകാം. പക്ഷെ വൈറ്റ് ടൈഗർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നടന്നു. ബാക്കി എല്ലാ സിംഹവും ഒരുമാതിരി കഞ്ഞി ഓടിച്ചൊരു ഇരിപ്പായിരുന്നു. നോക്കട്ടെ കേട്ടോ. വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞൊരു മൂവി നമ്മൾ കണ്ടതാ. വൈറ്റ് ടൈഗർ ഭയങ്കര എന്താ എത്രയോ എന്തായിരുന്നു അത്, 1000 ടൈഗേഴ്സിൽ ഒരു ടൈഗർ എങ്ങാണ്ട് വൈറ്റ് ടൈഗർ ആയിട്ട് ജനിക്കുന്നത്, അങ്ങനെ എന്തോ അല്ലേ? അതാണ്. പക്ഷേങ്കിലുണ്ടല്ലോ ഫ്ലമിംഗോസ്. ഞാനൊരു കാര്യം പറയാനായിട്ടാ വന്നത്. ഞാൻ ഫ്ലമിംഗോനെ കാണിക്കാവേ. അതെ അതെ ദേ ഫ്ലമിംഗോസ്. ഇതിനെപ്പറ്റി ഞാൻ എന്തോ പഠിക്കും. ഇത് 2 ടൈപ്പ് ഉണ്ട്, പിങ്കും ഉണ്ട് വൈറ്റ് ഉണ്ട്. അതിൽ പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളർത്തുന്നത്, വൈറ്റ് ഇവരുടെ ഭക്ഷണത്തിനനുസരിച്ച് ഇവരുടെ കളറ് മാറും. അങ്ങനെയാ പഠിച്ചേക്കുന്നത് ഞാൻ. എന്തുവാ ഞാൻ മറന്നുപോയി. ഇതിന് ഇതൊന്നും ഇല്ല കേട്ടോ, ബാരിയേഴ്സ് ഒന്നും ഇല്ല. ചുമ്മാ ഇങ്ങനെ ഒരു ബാരിയർ മാത്രമേ ഉള്ളൂ.
ഇതുപോലെ ഇവർക്ക് നമ്മുടെ അടുത്ത് വരാൻ പറ്റും. ഈ ഫ്ലാമിംഗോസിനൊരു പ്രത്യേകതയുണ്ട്. ആ കേട്ടോ, ഫ്ലാമിംഗോസിനൊരു പ്രത്യേകതയുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, പിങ്കും വൈറ്റും. ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിനെ ആശ്രയിച്ചാൽ, ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഇവരുടെ കളറ് പിങ്കും, നാച്ചുറൽ ആയിട്ടുള്ളത് കഴിക്കുമ്പോൾ ഇവരുടെ ഇത് വൈറ്റും. അത് സ്വാൻ. ആ രാജഹംസമേ മഴവിൽ, അത് തന്നെ, അതാണ് ഹംസ. ഈ പ്രേമലേഖനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കണ ആളാണിത്. സ്നേഹദൂതുമായി വരുമോ, അത് മതി. ഇതെന്താ ഇവിടെ തത്തമില്ലാത്തത്? എന്തോരം കുഞ്ഞിക്കിളിയാന്ന് നോക്കിയേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഈ കുഞ്ഞിക്കിളികളെ, സ്പാരോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. കൊള്ളാല്ലേ ആദി? അധികം പയറാവണ്ട, അധികം പയറാവണ്ട. എന്നാ കണ്ടോ, ഇത് രണ്ടുപേരും ഇവിടെ തല്ലുണ്ടാക്കുക. എടോ ദേ 2 പേര് 2 കൊക്ക് വെച്ചിട്ട്, അതിന്റെ 3ാമതൊരാൾ വന്നിട്ട് വഴക്കുണ്ടാക്കല്ലേ എന്ന് പറയുന്നത്. കൊക്ക് വെച്ചിട്ട് വഴക്കുണ്ടാക്കുന്ന കണ്ടോ? കണ്ട കണ്ട കണ്ട, ഇവരുടെ ഇടയിലും ഉണ്ട് ഈ തല്ലുകൊള്ളി. അല്ലെന്ന ദേ ഈ ബുഷിൽ, ഫസ്റ്റ് ബുഷ്. ദേ അയ്യോ, മറ്റേ ഇത് പറയാൻ വന്ന കിട്ടും കിട്ടി. ഇയാള് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു, ജയിൽ ചാടാൻ പോകുന്നു. ദേ കുറുപ്പ്, നീ ഇപ്പൊ ചാടും 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 ചാടി. ഞാൻ പറഞ്ഞ കാര്യം ദേ, in the wild the pink coloration in the feathers comes from the tiny animals they eat. നമ്മൾ കൊടുക്കുന്നതാണ് കഴിക്കുന്നെങ്കിൽ അപ്പോൾ വെള്ളയാവും, അങ്ങനെ എന്തുവാ? അല്ല, സംഭവം കഴിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ മാറും. നമ്മൾ ഈ കുറേ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ചുമന്ന് തുടുക്കുന്നു അറിയില്ലേ, അതുപോലെ തന്നെ. അപ്പൊ ഇനി നമ്മൾ പോവാൻ പോകുന്നത് ബേർഡ് വേൾഡ്, ചിമ്പാൻസി ഫോറസ്റ്റ്, ചിൽഡ്രൻസ് സൂ, പെൻഗ്വിൻ ബീച്ച്, കുആല ലാൻഡ്. ഇത്രയും സംഭവങ്ങളെ കാണാൻ പോവാട്ടോ. എന്തൊരു ഭംഗിയാ. ഞാൻ മുമ്പേ പറയാൻ വന്നതും ഇതാ, മറ്റേ ഈ സിറ്റിയിൽ ഇങ്ങനെ കുറേ ബിൽഡിങ്ങിൻ്റെ ഇടയിലൊക്കെ നിന്ന് 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 ഇവിടെ വന്നപ്പോഴുള്ള എനിക്കിന്ന് രാത്രിയായാലും ഇവിടുന്ന് പോകണ്ടെന്ന് തോന്നുക. അത്ര രസം ഇവിടെ, എത്ര രസാ. അച്ഛനും മോനും കൂടെ എന്തോ ചെയ്യാൻ പോവാ, എന്താണെന്നറിയില്ല. നോക്കട്ടെ. അതിൻ്റെ മാസ്ക് സൂപ്പർ അല്ലേ, ഭയങ്കര ഫണ്ണി ഫേസ്. അതിൻ്റെ എക്സ്പ്രഷൻ എന്താന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ആ മാസ്ക് ഇട്ട് എന്ത് നല്ല മാസ്ക്, അടിപൊളി. ഇത് രസാന്ന് നോക്കി സ്ഥലം. വല്ല പക്ഷിയായിട്ട് ജനിച്ചാൽ മതി എന്ന് തോന്നുന്നു. നോക്ക്, ബ്യൂട്ടിഫുൾ. ഓക്കെ ഫൈൻ. ആദ്യം ഉണ്ടാക്കിയതാണ്, അടിപൊളി അടിപൊളി. ആദ്യം പപ്പയും കൂടെ സംതിങ് ഇസ് ഗോയിങ്. ഓ ഡാൻസ് ബേബി. കണ്ടോ, ഒരു മുട്ട പൊട്ടി, ഏതോ ഒരു കുഞ്ഞിക്കിളിയുടെയാ. കണ്ടോ, കഷ്ടം. നമ്മൾ മുട്ട പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഇത്രയും സങ്കടം തോന്നാറില്ല. ഇതിപ്പോൾ പൊട്ടിയതിൻ്റെ സങ്കടമാണോ അത് കഴിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണോ? പക്ഷേ ഈ സ്ഥലം എന്ത് രസമാണെന്നറിയോ, ഭയങ്കര റിലീഫ്. അയ്യോ, എനിക്കിവിടെ അങ്ങ് ജീവിക്കാൻ തോന്നണു. ഇവിടെ വല്ല ജോലിയും കിട്ടുമോ?
എനിക്ക് തോന്നുന്നത് നമ്മളിനിയും പോകുന്നത് ബേർഡ് സാങ്ച്വറിയോ അങ്ങനെ എന്തോ, ഭയങ്കര കിളികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. കണ്ടാ കേട്ടാ? കണ്ടാ രസാ ഇവിടെ. ഹായ്, ഈ മാസ്ക് കണ്ടാ എന്തൊരു ഭംഗിയുള്ള സ്ഥലം. നല്ല ഭംഗിയില്ലേ? നമ്മൾ ഇനിയും പോകുന്നത് ചിൽഡ്രൻസ് ഗാർഡനിലേക്കാണ്. നോക്കാട്ടോ എന്താ ഇവിടെ ഉള്ളതെന്ന്. ഹായ്, ആ അടിപൊളി. നെസ്റ്റ് ഉണ്ടാ? പിന്നെന്താ, പാമ്പുണ്ടോ ഇവിടെ? ആദ്യം അടുത്തേക്ക് വാ. മാസ്ക് മാറ്റൂ, ഇത് എന്റെ കുട്ടിയല്ല, ഇത് ഏതോ കരടി കുട്ടിയാണ്. ഈ തലകൾ യോജിക്കുന്നില്ല. അയ്യോ, അതിന്റെ കൈ എവിടെ പോയി? വൈറ്റ് ടൈഗർ എടുത്തു. നിന്റെ ചുമ എവിടെ പോയി? ആദി ചുമ എവിടെ പോയി? പോയി. അതാണ് ഞാൻ പറയുന്നത്, ദിസ് ഈസ് നേച്ചേഴ്സ് മാജിക്. ചുമ അമ്മിപ്പോയി. ഓടിക്കോ ഓടിക്കോ. ഈ ചിൽഡ്രൻസ് പാർക്കിൽ എന്താ സംഭവം, ചിൽഡ്രൻസ് ഗാർഡനിൽ എന്താ സംഭവം എന്നറിയില്ല. ഇവിടുത്തെ പോട്ടിംഗ് ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിമ്പാൻസിനെ കാണാൻ പോവാണ്. ഇവിടെ ചിമ്പാൻസി. ഹായ്, ഇതെന്താ സംഭവം? ഇതെന്താ നോക്കട്ടെ, ഇതെന്താണിത്? ഹായ്, നല്ലൊരു സ്ഥലം അല്ലേ? പെൻഗ്വിൻസ് ബീച്ച് ആൻഡ് ബേർഡ്സ് വേൾഡ്. നേരെ നേരെ. ഹായ്, ആദ്യം കയറി വന്നിരുന്നേ. ഭയങ്കര രസാണ്, ഭയങ്കര രസാണ് ആദി. യു വിൽ ഫീൽ ഹൗ monkeys feel. You said you want to be monkey, right? My mom is also. അതെ, അടുത്ത ജന്മം കുരങ്ങാകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മകനെ മരം കയറാൻ പഠിപ്പിക്കുന്ന ഒരു അച്ഛൻ. ഇരിക്കു കുട്ടി, ഒരു കുഴപ്പവും പറ്റില്ല, ഒന്നും പറ്റില്ല. പേടിച്ചിരിക്കുന്ന അടുത്ത ജന്മത്തിലെ എൻ്റെ കുരങ്ങ്. ആദി, അടുത്ത ജന്മം ആദിക്ക് കുരങ്ങാവണോ? എന്റെ കുരങ്ങാവണ്ട. അതിന്റെ ഇപ്പൊ കുരങ്ങന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് പാടാ അല്ലേ? റെക്കോർഡ് പിടിച്ചാ മതി, റെക്കോർഡ് ചെയ്യണ്ട. മരം കയറാൻ അറിയില്ല, റെക്കോർഡ് ചെയ്യാൻ അറിയില്ല, താൻ എന്താവും? ഇത് സെൽഫിയാണ്. റെക്കോർഡ് ബട്ടൺ ഞെങ്ങിയിട്ടില്ല. ഏതെങ്കിട്ടുണ്ടോ? ഞെങ്ങിയിട്ടുണ്ട്. 4 മിനിറ്റ് 4:30. അമ്മക്കൊരങ്ങ് കയറിയപ്പോ കുട്ടിക്കൊരങ്ങനെ കേൾക്കാനൊരു ധൈര്യം. കുട്ടിക്കൊരങ്ങ് ആദ്യം കൂടെ കയറിവാ, അവിടെ പോയി പിടിച്ച് കയറി. എന്നെ വഴിക്കറിയാ മരത്തിൽ കയറിയാനാ? ഇവിടെ എഴുതി വെച്ചോന്ന് വെച്ചല്ലോ. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കൊരങ്ങ് തന്നെ കയറി. മരത്തിൽ കയറി തുടങ്ങി. കുട്ടിക്കൊരങ്ങ് കയറി ചാടി, കുട്ടിക്കൊരങ്ങ് തൂങ്ങി ചാടി. വേണ്ട, എന്റെ ഉടുപ്പ് ഇന്നലെ നരങ്ങി ഒന്ന് പോയേ ഉള്ളൂ. മതി മതി. നീ ആരെയും ഭാഷ ശൂശൂന്ന് വിളിക്കണം. നീ പറഞ്ഞത് ആദ്യം, ഇപ്പൊ നീ എന്താ പറഞ്ഞേ? എന്താ പറ്റുന്നുണ്ടാ? ഒരു പ്രാവശ്യം. അടുത്ത ജന്മത്തിൽ കുരങ്ങാകാൻ ആഗ്രഹിക്കുന്ന എന്റെ പുത്രൻ മരം കയറാൻ പഠിച്ചു തുടങ്ങി. ഈ ജന്മത്തില് കേറൂ.
കൊരകനാവുമ്പോ കടിക്കും മാന്തും പിച്ചിച്ചീന്തി കീറും ഒക്കെ കാണിക്കും. ഇറങ്ങിക്കോ എന്നാ. ഇല വെറുതെ പറിച്ച് കളയില്ല, അതിദോഷാണ്. ആ അവിടുന്ന് അവിടെ പിടിക്കാം, ഇവിടെ പിടിക്കാന്ന് ഇങ്ങനെ ട്രൈ ചെയ്യും. കൈ കഴിക്കും. ചിമ്പാൻസി ഫോറസ്റ്റ്. ഇതാണോ ചിമ്പാൻസി ഫോറസ്റ്റ്? ഇതിന്റെ ഉള്ളിലാണോ? ചുമ ചുമക്കല്ലേ. ചെല്ല് ചെല്ല് ചെല്ല്. നമ്മുടെ നാട്ടിലെ കോഴി, താറാവ്. ഇതും ഇനി ആഫ്രിക്കൻ കോഴിയാണോ അത് ഇന്ത്യൻ കോഴിയാണോ? ഒരു ഇന്ത്യൻ കോഴി എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ പോവാൻ പോകുന്നത് ചിൽഡ്രൻസ് സൂയിലേക്കാണ്. ഇത് അമ്മ ആട്ടുംകുട്ടി, അമ്മ ആടും ആട്ടുംകുട്ടി. ഓ, 2 ഗോട്ട് തമ്മിൽ ഫൈറ്റ്. എൻ്റെ അമ്മയെ പൊളിച്ച് ഫുൾ കലിപ്പില്. മറ്റേ നമ്മളൊരു കഥ വായിച്ചിട്ടില്ലേ? ഓഹോ ഹോ, എൻ്റെ അമ്മേ. എവിടെ എവിടെ എവിടെ? നടുക്ക് റെഫറി ആണോ? ആദ്യം ഇതാണോ അണ്ടർടേക്കർ? അതാണോ അണ്ടർടേക്കർ? 2 റെസ്ലിംഗ് കാണുന്നില്ലേ നീയാ? നീ കാണുന്നില്ല? ഇവിടെ വാ. അതിന്റെ കണ്ണട ഫസ്റ്റ് എടുത്ത് മാറ്റ്. അയ്യോ, ഒരു കുഞ്ഞി ആട്ടിൻകുട്ടി കണ്ടേ. മതി വഴക്കുണ്ടാക്കിയത്. എന്തുവാ ഇത്? നിർത്ത്. ഇവിടെ ഭയങ്കര കാഴ്ചകളാ. താറാവ്. ഡക്സ് ഫീറ്റ് കനോട്ട് ഫീൽ ദ കോൾഡ് as they don't have nerves nor blood. ആണോ? ഇക്കിളി കൂട്ടിയാലും അറിയില്ലായിരിക്കും ഇല്ലേ? അപ്പോൾ ഫബിക്കൊരു കാര്യം അറിയോ? ഡക്സിന് ഇക്കിളി കൂട്ടിയ ഡക്സിന് അറിയില്ല ഫീറ്റില്. കാരണം ഡക്സിന്റെ ഫീറ്റില് നെർവ്സും ഇല്ല. എന്ത് ഇതെന്നെ കണ്ടിട്ടാന്നാ തോന്നുന്നത്. കണ്ട? അയ്യോ, ഇത് ഒരെണ്ണം ഉറങ്ങണ നോക്കി. മുഖമൊക്കെ ഒളിപ്പിച്ച് വെച്ച് ഉറങ്ങണ നോക്കി. എവിടെ എവിടെ എവിടെ? അമ്പാ, പീകോക്ക്. ആദ്യം ഈ പീകോക്ക് ആണാണോ പെണ്ണാണോ? യെസ്, ബിക്കോസ് ദേ ആർ ഹാൻസം. പക്ഷെ നമ്മൾ പീകോക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയും. ശരിക്കും മെയിൽസ് ഹാൻസം എന്നാണ് പറയണത്. പക്ഷെ ഇത് നോക്ക്, ഇതൊന്നും ഇല്ലാത്തതാണ് പെൺപിള്ളേര്. അയ്യോ, ഇതൊന്ന് ഡാൻസ് കളിക്കുമായിരുന്നെങ്കിൽ. കുറച്ച് വെള്ളം, നമുക്ക് ഒരു ഫൗണ്ടൻ ഒടിച്ച് ഇവരെ പറ്റിച്ചാലോ? മഴയാന്ന് കരുതുന്നവര്. അയ്യോ, മയിൽപ്പീലികളൊക്കെ ഒന്ന് ഡാൻസ് കളിക്കുമോന്നേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീകോക്കിന്. ഒന്ന് ഡാൻസ് കളിക്കുമോ? ആദ്യം നമുക്ക് കുറച്ച് ഫൗണ്ടനിൽ നിന്ന് വെള്ളം ഇങ്ങനെ തെറിപ്പിച്ചാലോ? ഈ പീകോക്ക് എന്തെങ്കിലും ചെയ്യാൻ പോവാണോ? എൻ്റെ ഇതൊക്കെ എഴുന്നേറ്റ് വരുന്ന പീകോക്ക് കൊത്തുവോ? എന്ത് ഭംഗിയല്ലേ കാണാൻ ശരിക്കും. നോക്ക്. ആദ്യം ഇവിടെ പോയി. ആദ്യം വേറെ എന്തിനെയോ പിടിക്കാൻ പോയി. ഓയ്യോ, ദേ വരണോക്കേ. ഹാപ്പി ആട്ടോ, ചിരിച്ചായിരിക്കുന്നത് എപ്പോഴും. മുഖം നോക്ക്, ചിരിച്ചായിരിക്കുന്നത്. ഇതിന്റെ തല ഒളിപ്പിച്ചു വെച്ചേക്കുന്ന കണ്ട? തലയില്ല, ചമ്മിപ്പോയി. തല ഉള്ളിലേക്കൊക്കെ വെക്കാൻ പറ്റും ആദ്യം ഈ ടർട്ടിൽ. അയ്യോ, അതിന്റെ കണ്ണിൽ പോയിട്ട് ഒരു ഈച്ച ഇരിക്കുന്നു കണ്ടോ?
ഇതെന്തിന്റെ കൂടാന്നോ? മുയലച്ചൻ. വേലു വേലു വെളുത്തൊരു മുയലച്ചൻ. മരി മരി മരിയൻ മരിയാമ. ആ എന്റെ അമ്മ സോറി. കഴിക്കണ നോക്കിയത് സുനിമോൻ ഇതല്ലല്ലോ. അവിടെ ഒരു വൈറ്റ് റാബിറ്റ് ആണ്. കഴിക്കണ നോക്കിയാ ആദ്യം. ഭക്ഷണം കഴിക്കുന്ന കണ്ടോടാ, എന്തൊരു സ്പീഡിലാ കഴിക്കണ കണ്ടോ. റാബിറ്റ്സ് കഴിക്കണ പോലെ കഴിക്കണം. ഇതേ ഒരു സുന്ദരൻ വെളുവെളുപ്പൻ. എന്ത് ഭംഗിയാ. ആ ഞങ്ങൾക്ക് സുനിമോന്ന് പറഞ്ഞൊരു സ്ക്വിറൽ ഉണ്ടായിരുന്നു, അതാ. ഓക്കെ. കുതിര വെള്ളക്കുതിര, വെള്ളക്കുതിര. ദേ കുതിരപ്പുറത്ത് കയറണോ ആദ്യം നിനക്ക്? എവിടെ? ഓ ഞാൻ കുതിരേനെയാ നോക്കുന്നത്. എവിടെ ആദ്യ കുതിര? ആദ്യക്ക് കുതിരപ്പുറത്ത് കയറണ? കേറടാ. രാജാക്കന്മാർ എപ്പോഴും കുതിരപ്പുറത്താണ് കയറാറ്. ചുമ്മാ കുതിരപ്പുറത്ത് കയറാൻ പറ്റൂല കേട്ടോ. ജോർജ് ഡ്യൂട്ടി കൊടുക്കണം. ജോർജ് ഡ്യൂട്ടി 15 തരം 15 പൈസ കൊടുക്കണം. വേണ്ട. ഇതാരാന്ന് നോക്ക. ക്യാമൽ, ഹോഴ്സ്, പോണി എല്ലാം ഉണ്ട്. കയറിയിരിക്കാൻ പറ്റൂട്ടോ. കസേരയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ട. ഇതിനൊരു ചാട്ടം ചാടണം തോന്നിയാ ചാടാൻ പറ്റൂട്ടാ. ഇത്രയും വലിയ ഹോഴ്സ് കഴിക്കണത് പുല്ലാണ്. ആദ്യ പുല്ല്. എന്റെ അമ്മേ. കാല് കണ്ടോ ആദ്യ? അത് വെച്ചിട്ട് ഒരെണ്ണം തന്നാടും. തീർന്നു. വെറുതെ മൂപ്പിക്കല്ലേ ഫബീബ. ഫബിക്ക് പുല്ലിട്ട് തരും. ദേ കണ്ടോ, നോർത്ത് ഈസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ്. Shetland ponies originated in the Shetland Isles located northeast of Scotland. സ്കോട്ട്ലൻഡുകാരനാണ് UAE വന്ന് കറങ്ങുന്നത്. ചൂടത്ത് മഞ്ഞത്ത് നടക്കേണ്ടവനാണ്. കണ്ടോ ലാമ. പേരെങ്ങും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ആണാ? നമ്മൾ ഇനിയും പോവാൻ പോകുന്നത് പെൻഗ്വിൻ ബീച്ചിലേക്കാ. പക്ഷേ ഒരു സെക്കൻഡ്, എനിക്കൊരു കോള് വരുന്നു. ഇവിടെ ഒരു ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ അവൻ അവിടെ കളിക്കണം. ഇവിടെയാണ് ഒരൊറ്റ മനുഷ്യനും ഇല്ല. എനിക്കും അതെ, ആദിക്കും അതെ. എവിടെയെങ്കിലും പോകുമ്പം ആൾക്കാരിങ്ങനെ ഒരുപാടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനില്ല. നോക്ക്, ഞങ്ങൾ മാത്രം. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട്. ഓ അവനെ മറ്റേ സീസോയിൽ കയറണം. സീസോയിൽ കയറണമെങ്കിൽ ഒരാൾ അപ്പുറം കയറിയാലല്ലേ ഇപ്പുറം പൊങ്ങുള്ളൂ. അതിന് പാവ എന്നെ വിളിച്ചതാ. ഞാൻ കയറിയിരുന്നാൽ ഇത് അനങ്ങുമോ ദൈവമേ? ഞാൻ നോക്കട്ടെ. ഇരിക്കണോ? ഇരിക്കാട്ടാ. ഈശ്വര, ആദ്യ പൊങ്ങി. ഇനി ആദ്യം താഴണം. ആദ്യം താതു. ഇനി ആദ്യം പൊങ്ങി. അയ്യോ അയാമേ വയസ്സി. അതിൻ്റെ അമ്മേ, ഞാൻ ഫുൾ കാല് പൊക്കുന്നില്ല. അവൻ താഴെ വീഴുമെന്ന് പേടിച്ചിട്ട്. മതിയാ? നീ എന്നെ ഇതിന്റെ മുകളിൽ നിന്ന് ആരിറക്കും? ഊഞ്ഞാലാടണ? എന്താപ്പ എന്നെ ഞെട്ടിക്കാനുള്ള കാഴ്ച? നീ നിന്റെ തല അനക്കിക്കോ. ഇതെന്താ തല അനക്കാത്ത റോബോട്ട് നടക്കണ പോലെ? എന്തുവാ? കാണാതെ പോയോ?
എന്താടാ? പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആദ്യം എന്നെ ഞെട്ടിക്കാൻ പോവാന്ന്. എന്താണ് ഇപ്പം ഞാൻ ഞെട്ടാൻ പോണത്? ഈശോ, ആ കൊരങ്ങൻ തൂങ്ങാൻ പഠിച്ചി. ഇതാണ് ഞെട്ടിപ്പോ എന്ന് പറഞ്ഞത്. അടിപൊളി. ആദ്യക്ക് അടുത്ത ജന്മം കൊരങ്ങനാവണം, എനിക്കൊരു കുഞ്ഞിക്കിളി ആവണം. പപ്പയ്ക്ക് എന്താണോ ആവേണ്ടത്? ഇത് ചവിട്ടി ചവിട്ടി കയറണം. ഇത് ഊഞ്ഞാൽ, സ്വിങ്, ആട്, ആ ടയർ ഊഞ്ഞാൽ. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരെണ്ണം വെക്കണം അല്ലേ? ഇഷ്ടായ? ജയച്ചാച്ചൻ്റെ വീട്ടിലുണ്ട്. എന്തൊരു ഈസി സെറ്റപ്പ് അല്ലേ ആദി? വെയിലധികം കൊള്ളണ്ട കേട്ടോ. ആദ്യമൊക്കെ ആക്ച്വലി സ്വിങ് ഒന്നും ഇഷ്ടമായിരുന്നല്ലോ, പക്ഷെ ഇവിടെ എത്തിയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഇഷ്ടപ്പെട്ടാ? വേണ്ട, ഞാൻ നിന്നോളാം. ഒരാളിവിടെ ഉറക്കായിട്ടോ. ഞങ്ങൾ ആ ഗ്യാപ്പിൽ നമുക്ക് ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യാം? മതി ആപ്പിൾ കഴിക്കാം. വേണ്ട വേണ്ട, നമുക്ക് ആപ്പിൾ ഇത് ഞാൻ ഇന്നലെ ക്രിസ്മസിന് ഉണ്ടാക്കിയ കേക്കിൻ്റെ ബാക്കി 2 കഷ്ണം നമുക്ക് കഴിക്കാം കേട്ടോ. ഇവിടെ ബേർഡ് സാങ്ച്വറിയിൽ എന്തുവാന്നോ, വിങ്സ് ഓഫ് സഹാറ, ലയൺ ഫീഡിങ് ഉണ്ട്. വിങ്സ് ഓഫ് സഹാറ ഷോ reptile encounter, chimpanzee feeding, gorilla feeding, lion feeding, oryx feeding, crocodile feeding. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലാണോ? എല്ലാം ടൈമിംഗ് പല. എൻ്റെ അമ്മേ, ആൾക്കാർ കൊണ്ടു കൊടുക്കും. അപ്പോൾ നമുക്ക് പോവാം ഉള്ളിലേക്ക്, ബേർഡ് സാങ്ച്വറിയിലേക്ക്. ലെറ്റ്സ് ഗോ ആദി, ലെറ്റ്സ് ഗോ. ഇതാട്ടോ ബേർഡ് വേൾഡ്. ഒരു സെക്കൻഡ്, മാസ്ക് ആദ്യം ഇട്ടിട്ടില്ല. ബേർഡ് സാങ്ച്വറിയിലേക്ക് കയറാൻ പോവാം. ഓക്കെ, ഇത് ഓപ്പൺസ് അറ്റ് 9 AM, ക്ലോസസ് അറ്റ് 7:30 PM. നിൽക്കൂട്. അയ്യോ, ഇതിങ്ങനാണോ? ജുവൽസ് ഓഫ് UAE. UAEയിൽ മാത്രം കാണപ്പെടുന്ന ആനിമൽസ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ അല്ലേ? ഇപ്പോൾ മുഴുവൻ വായിക്കാൻ വയ്യ. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ പേരും കാര്യവും എല്ലാം ഉണ്ട്. ആ ബേർഡ്സിനെ പറ്റിയൊക്കെ ഉള്ളതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിക്കാനൊന്നും വയ്യ. ഈ കേട്ടൻ നോക്കി, കയർ പിരിച്ചുണ്ടാക്കിയേക്കുന്നു. എന്തൊരു ഹെവിയാ എൻ്റെ അമ്മ, എന്തൊരു ഹെവിയാ അല്ലേ? ഒരു മിനിറ്റ്, ഇത് വായിച്ചു നോക്കി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. If everyone in the UAE turned off just one light for 1 hour a day, you'd stop 700 tons of carbon dioxide from going into the atmosphere every year. That's the same as taking 400 cars off the road. എന്തോരം കാര്യങ്ങൾ ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇതെന്താ നോക്ക്, എന്തൊരു ആംബിയൻസ് ആണ്. ഹായ്, വാട്ടർഫോള്, ഭയങ്കര ആംബിയൻസ്. പറ്റിക്കാനാട്ടോ, അവിടെ എന്തോ ശബ്ദം വെച്ച് നമ്മളെ പറ്റിക്കും. ഉണ്ടോ? അല്ല, ശരിക്കും കിളിയാണ്. നോക്ക്, ഈ കിളിയുടെ ശബ്ദ. ഇവിടെ വേറൊരു കിളി, അപ്പൊ ഇവിടെ വേറൊരു കിളി. നോക്കട്ടെ കേട്ടോ, നോക്ക് എന്ത് രസാ. ബാ, ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് വയ്യ വായിക്കാം.
ശരിക്കും എന്താ പറയാ, ഒരു കാട്ടിൽ വന്ന പ്രകൃതി, ഭയങ്കര മണം, അത് രസമില്ല. നോക്കാം. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ മരങ്ങളും ഓരോ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു രൂപത്തെ ഞാൻ കാണും. അപ്പോൾ ദേ ഫോർ എക്സാമ്പിൾ നോക്ക്, ഒരു മനുഷ്യനെ പോലില്ലേ നോക്ക്. പ്രാവോ? ആ, ഈ പ്രാവിൻ്റെ കണ്ണ് നോക്ക്. അയ്യോ, പറന്നത് പോയി. അത് അവിടെ പറന്ന്. അതിന് ചുമന്ന കണ്ണായിരുന്നു ഈ പ്രാവിന്, ചുമന്ന കണ്ണ്. സൂം ചെയ്യാൻ പറ്റണില്ല. ആ, ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട് കേട്ടോ, ശരിക്കും ബേർഡ്സ്. മറ്റേ സിനിമയിലെ പോലെ ഒരു തത്തമ്മ. ഇത് പിടിച്ചു തരുമോ? എവിടെ എവിടെ? ആ, നോക്ക്, ഇതൊക്കെ എന്ത് പക്ഷി? അവിടെ ആ പക്ഷിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് വായിക്കാൻ വയ്യാത്തോണ്ടാ. ഹായ്, ഇതാണോ നീലപ്പൊന്മാൻ? ഇതാണോ നീലപ്പൊന്മാൻ? നല്ല ഭംഗിയുണ്ട്. അയ്യേ, ഞാനവർക്ക് നീല കളറിലുള്ളതിനെ നീലപ്പൊന്മാൻ എന്നാ പറയണേ. നോക്ക്, നല്ല ഭംഗി. ഹായ്, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷോ ഇതുങ്ങൾക്ക് എന്തൊരു സ്പീഡാണ്. എവിടെ? കുറേ ഉണ്ട് കേട്ടോ. ആ, ഒരു തത്തമ്മ. ഇങ്ങനെ നമുക്ക് മോളോട്ട് കയറി 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 പോവാട്ടോ. ഓ, ഇതെന്തോ മീൻകുളമാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഞാൻ മോളിൽ കുറച്ച് മീനെ കണ്ടാലും ഇഷ്ടംപോലെ മീനുണ്ട്. എന്താ ഈ കുഞ്ഞിലെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ ഹോബി എന്തായിരുന്നോ, ഈ കിളികളുടെ തൂവൽ കളക്ട് ചെയ്യുക. ഇവിടേക്ക് ഞാൻ വരുമായിരുന്നെങ്കിൽ എന്തോ ആയിരിക്കും എൻ്റെ കളക്ഷൻ. അയ്യേ, ആളെ പറ്റിക്കാൻ. അയ്യോ അല്ല, തത്തമ്മയ്ക്കൊക്കെ കഴിക്കാനായിട്ട് അവർ തൂക്കിയിട്ടേക്കുവാണ് മരത്തിൽ. വാട്ടർമെലൺ, ഓറഞ്ച്, ആപ്പിള് എല്ലാം ഉണ്ട്, ക്യാപ്സിക്കം. അതുങ്ങൾക്ക് വേണ്ടപ്പോൾ കൊത്തി കൊത്തി കഴിക്കാൻ. കൊള്ളാല്ലേ? അത് മാറ്റാനുള്ള ശക്തി ആദ്യമുണ്ടോ എന്തോ. അയ്യോ, ഒരു സാധു മൃഗം. അതിൻ്റെ നോട്ടം നോക്കി, ഭയങ്കര സാധു. സാധു അല്ല, അതിൻ്റെ കണ്ണുകളിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. സാധു അല്ല കേട്ടോ. അതിന് ആദ്യനെ ഫബിയെ കണ്ടൊന്ന് കൊത്തിയാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. ഞാനിവിടുന്ന് രക്ഷപ്പെടാൻ പോവാം. ഭയങ്കര കനം.
അതെന്താണ്ട് റൂം എക്സിറ്റ്. എന്തൊരു ശക്തി വേണം. ഹായ് പെൻഗ്വിൻസ്. ഇതല്ല ഇത് നോക്ക്. പെൻഗ്വിൻ അവർക്ക് തന്നെ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടോ ആദ്യം. തണുപ്പ് കണ്ടോ ആദ്യം. അവര് ഭയങ്കര സംസാരം നോക്കി. ഭയങ്കര പാവം പിടിച്ച മൃഗങ്ങളാ പെൻഗ്വിൻസ് അല്ലേ. ഇന്റലിജന്റ് ആണ്. They know how to communicate. പെൻഗ്വിൻസ് എവിടെ ആദ്യം ജീവിക്കാറ് ശരിക്കും? ആദ്യം കളിക്കുമ്പോ എന്റെ തല പോണ നോക്കി. അയ്യോ പാവം. ആദി പെൻഗ്വിൻസ് ബേർഡ് ആണോ ആദി? ആണ്. ബട്ട് ദേ കാൺട്ട് ഫ്ലൈ. നീ വഴക്കുണ്ടാക്കിയോണ്ട് അതിന്റെ കണ്ണിൽ എന്തോ പോയത്. ഹായ് ഹലോ ഹലോ. ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. പാവം ഇത് മാത്രം ഇവിടെ വന്നിരുന്ന് കളിക്കുക. അതെ 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 അവിടെ കളിക്കണമൊക്കെ. നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഈ ബേർഡിനെ ഉണ്ടല്ലോ ഒരു കണ്ണട വെച്ച് നോക്കട്ടെ. ഈ ബേർഡ് കണ്ണട വെച്ച് കണ്ണട വെച്ച ബേർഡിനെ നോക്കട്ടെ. ആദ്യം ഞാൻ കണ്ണട വെച്ച ബേർഡിനെ നോക്കട്ടെ. ആദ്യം ഒന്ന് മാറാവോ ആദ്യം. അയ്യോ കുനീനു കുനീനു. ആദ്യം ഞാൻ ഇവിടെ ഒരു കാര്യം നോക്കൂ. ആദ്യം ഓ വേറൊരു കളി കളിക്കാനാ. ആദ്യം ഞാൻ ബേർഡുമായിട്ട് വേറൊരു കളി കളിക്കാനാ. കണ്ണട വെച്ച ബേർഡ് ചീറ്റിപ്പോ. ആദ്യം ഇവിടെ ഭയങ്കരമായിട്ട് തന്നെ വട്ടാക്കുക കേട്ടോ. ഇവിടെ ഇത് നോക്ക്. നീന്തി കുടിക്കും ഇവ മിഥുനങ്ങൾ. എവിടെ 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 കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കുളിക്കണ കണ്ടിട്ടുണ്ടോ? ഇതാരാന്ന് നോക്കി. ഞാൻ അതിനെ തന്നെ അതിന്റെ വീഡിയോ കാണിക്കുക. ഇതാരാ ഇതാരാ? അയ്യോ അതിനെ ഭയങ്കര എക്സൈറ്റഡ് ആയെന്ന് തോന്നുന്നു. അതിനെ തന്നെ കണ്ടിട്ട് നോക്ക് നോക്ക് നോക്ക്. കണ്ട വേറൊരു പെൻഗ്വിൻ ഇപ്പറ ഇരുന്ന് കുളിക്കണു. പോയി ഫ്രണ്ട്സിനോട് പറ. ചെല് 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 ചെല്. ഫ്രണ്ട്സിനോട് പോയി പറ. ഫ്രണ്ട്സിനോട് പോയി പറ. എൻ്റെ കൂടെ വരുന്നു. പാവാട്ടോ പെൻഗ്വിൻസ്. അയ്യോ ആദ്യം ഭയങ്കര കളി. ആദ്യക്ക് വരണ്ട. അയ്യോ ആദ്യയുടെ കൂടെ അതുങ്ങളും വരുന്നു നോക്ക്. ശരിക്കുവാണാ? പോയി. പാവം പക്ഷികളല്ല ഇത്. അയ്യോ ആദ്യം ഇവിടെ പെൻഗ്വിൻസിന്റെ എന്തോ സംഭവം. ഇവിടെ പെൻഗ്വിൻസിന്റെ ആയിരിക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താണേലും സെറ്റപ്പ്. നമ്മുടെ വീടും ഇതുപോലെ ഒരു കൊച്ചു വീട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കുളം. രസമായിരിക്കില്ലേ? നല്ല ഭംഗിയുള്ള കൊച്ചൊരു വീടല്ലേ? ആ വീടിന്റെ മറ്റേ അറ്റത്തെ വ്യൂ നോക്ക്. എന്ത് രസ വീട് കാണാൻ. നോക്ക് നല്ല ഭംഗിയുള്ള വീട്. ആദ്യയുടെ മുഖം നോക്കിയേ. ഏതോ ഒരു ജീവി പറഞ്ഞ പോലെയല്ലേ. കൂട് പൊട്ടിച്ച് പുറത്ത് ചാടി ഏതോ ഒരു ജീവി. കിളിക്കൂട് നോക്ക്. കിളിക്കൂട് കിളിക്കൂട്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. കിളിക്ക് കുഞ്ഞുണ്ടാവും അറിയില്ല. നല്ല ഭംഗിയുണ്ട്.
ഇതാ ഇത് ബേർഡ്സ് ട്രെയിനിങ് സെൻറ്റർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കുറേ കസേരകൾ വെച്ചിട്ടുണ്ട്. ആര് എന്താണ് എവിടെ? നമ്മുടെ നാട്ടിലെ പല്ലി. പല്ലി. ഫാൻസി ഫോറസ്റ്റ് എവിടെയാണെന്ന് എന്നോട് പോയി അന്വേഷിക്കാൻ പറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ചിമ്പാൻസികളെ കാണുന്നില്ല. പക്ഷെ ഒരു ചിമ്പാൻസിയുടെ ബാഗ് ഇവിടെ തൂങ്ങിക്കിടക്കണത് കാണുന്നുണ്ട്. നോക്കട്ടെ, തൂങ്ങിക്കിടക്കുവാണോ ചിമ്പാൻസി നിൽക്കുവാണോ? ബാഗും പിടിച്ചത് ഒരു ചിമ്പാൻസി, മാസ്ക് ഇട്ടൊരു ചിമ്പാൻസി. നമ്മൾ കുവാലാലാൻഡിൽ പോവാന്ന് വെച്ചതാ, പക്ഷെ കുവാലാലാൻഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ചിമ്പാൻസി ഫോറസ്റ്റിൻ്റെയും പണി കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ തളർന്നു തുടങ്ങി. എനിക്കെന്നാൽ ഇവിടെ നിന്ന് വിട്ട് പോകാനൊട്ട് തോന്നുന്നുമില്ല. രസമായി ഇവിടെ. അല്ലയിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഒരു ദിവസം ഇങ്ങനെ ഫുൾ സ്പെൻഡ് ചെയ്യണം. രാവിലെ വന്നിട്ട് അവർ പൂട്ടാൻ നേരം നമ്മളെ ഓടിച്ചു വിടണം. അത്രയും നേരം നമ്മളിവിടെ തന്നെ നിൽക്കണം. ഇത് രസമായി ഇവിടെ. എനിക്കിങ്ങനെ, പക്ഷെ എനിക്ക് നടക്കാൻ മടിയായി തുടങ്ങി. അതുകൊണ്ട് എവിടെയെങ്കിലും അങ്ങ് ഇരുന്ന് കിടന്നുറങ്ങാൻ തോന്നുന്നു ഇവിടെ തന്നെ. അച്ഛൻ പോവുകയും വേണമെന്നേ. നല്ല ഭംഗിയുള്ള ബിൻസ് തന്നെ. ഇത് കാണുമ്പോൾ തന്നെ വേസ്റ്റ് ഇടാൻ തോന്നും. നോക്ക് എന്ത് രസം. സോറി, വേസ്റ്റ് ഇടാൻ തോന്നൂല്ല. ആദ്യം പറഞ്ഞു ഇവിടെ വേറൊരു കൂട്ടം സംഭവം ഉണ്ടെന്ന്. എന്താ ആദ്യം അവിടെ ഉള്ളത്? ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിനെ കാണാൻ പോവാം നമുക്ക്. ഓസ്ട്രിച്ചിന്റെ മുട്ട കണ്ടിട്ടുണ്ടോ ആദി? ഭയങ്കര വലുതാ. കണ്ടിട്ടുണ്ടോ? നമ്മളൊരു പടത്തിലും കണ്ടിട്ടില്ലേ, രൺബീർ കപൂറിന്റെ ഒരു പടം. രൺബീർ കപൂറിന്റെ പടത്തിൽ കണ്ടില്ലേ? ഉള്ളേ. ആ പടത്തില് കുറെ ആഫ്രിക്കൻ ആനിമൽസിനൊക്കെ കാണിക്കൂലേ? ഓർമ്മയില്ല? എന്നാ ഓർക്കണ്ട, പോ, ഞാൻ പിന്നെ കാണിച്ചു തരാം. ഈ ഓസ്ട്രിച്ചിന് എന്തോ ഒരു പ്രത്യേകത ഇല്ലേ? ബിഗ്ഗസ്റ്റ് ആനിമൽ അല്ല, ബേർഡ് അല്ലേ? അല്ലേ? അപ്പൊ ആദ്യ ഓസ്ട്രിച്ചാണ് ബിഗ്ഗസ്റ്റ് ബേർഡ്, ലാർജസ്റ്റ് ബേർഡ്. എന്ത് ബേർഡാ? ബിഗ്ഗസ്റ്റ് ബേർഡ്. ഞാൻ തളർന്നു, എൻ്റെ ബ്രെയിനൊക്കെ ഷട്ട് ഡൗൺ ആവാൻ തുടങ്ങി. കൊച്ചി വിളിച്ചിട്ടാന്ന് തോന്നുന്നു പറയണേ ഇങ്ങോട്ട് വരണം. പോയി അങ്ങോട്ട് പോയി. പിന്നെ പച്ചര കൊടുത്ത് പറ്റിക്കാൻ നോക്കുന്നു. എവിടെ കിടക്കണ ആനിമൽസ് എവിടെ കിടക്കുന്നല്ലേ? നമ്മളെ പോലെ തന്നെ ഉള്ളൊരു കൊച്ചു വയ്ക്കുക, ബിരിയാണി വേണമെന്ന് ഓസ്ട്രിച്ച്. എന്താണ്? മട്ടൺ ചിക്കനാ? ഓസ്ട്രിച്ച് വെജിറ്റേറിയൻ അല്ലേ? വെജിറ്റേറിയൻ ആയിരിക്കൂടാ. ഈ ഒരു താറാവിനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ താറാവിന്റെ കണ്ണ് നോക്ക്, ഭയങ്കര പ്രത്യേകത. സൂം ചെയ്തു, പക്ഷേ നോക്ക്. ഓ, അതിന്റെ തല അപ്പം പോയി. എൻ്റെ ദൈവമേ, എന്ത് താറാവാണിത്? പോയി. ഈ ഫാബിയും കൂടി ഉണ്ടല്ലോ റെപ്റ്റൈൽ വേൾഡിലേക്ക് പോയേ. എനിക്ക് റെപ്റ്റൈൽസിനെ ഇഷ്ടമല്ല, പേടിയാ, ഭയങ്കര പേടിയാ, ഇഷ്ടമില്ല. അങ്ങോട്ടേക്ക് ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോവില്ല, ഞാൻ ഉള്ളിൽ എന്തായാലും കയറില്ല. ഞാൻ പറഞ്ഞു വീഡിയോ നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു. എനിക്ക് നിങ്ങളെ ജീവികളെ കാണുമ്പോഴത്തേക്കുവേ ഭയങ്കര പേടിയാണ്. ഷാദി ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, വരാൻ പറഞ്ഞു. ഞാൻ ചെല്ലട്ടെ. ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത്രയും കൂടെ ഉള്ളൂ ഇവിടെ. പക്ഷേ മുമ്പേ പറഞ്ഞ പോലെ പോകാൻ തോന്നുന്നില്ല ഇവിടുന്ന്. ഇതാണ് കാര്യം. നോക്ക്, റെപ്റ്റൈൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവർ ആ പാമ്പിൻ്റെ എനിക്ക് പാമ്പിനെ പേടിയും ഇഷ്ടക്കേടും ഉണ്ട്. അതാണിത്. നോക്ക്, എന്തൊക്കെയോ അവർ കുറച്ച് സ്റ്റാച്യൂസ് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമല്ല, ഞാൻ പോവില്ല എൻ്റെ അടുത്തേക്ക്.
എനിക്ക് പാമ്പിൻ്റെ പാ കാണുമ്പോൾ തന്നെ ഞാൻ ഓടും. അപ്പോഴാണ് ഇവിടെ കുരങ്ങുണ്ട് അത്രേ. പിന്നെ കുരങ്ങനെയും കൂടെ കണ്ടിട്ട് പോവാം. അയ്യോ സോറി, കുരങ്ങ് എവിടെ? അല്ല, അതിൻ്റെ ഉള്ളിൽ കുരങ്ങുണ്ടത് നോക്കട്ടെ കേട്ടോ. കുരങ്ങനെ സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജീവിയാണേ. ഭയങ്കര ഇഷ്ടമുള്ളൊരു ജീവിയാണ്. ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവികളോടും എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ഒരെണ്ണത്തിൻ്റെ അടുത്ത് പൂച്ച പോയിട്ട് പല്ലിയുടെ അടുത്ത് പോലും പോകാൻ എനിക്ക് പേടിയാണ്. ദൂരെ നിന്നല്ലാത്തതിനെ കണ്ട് ഹായ് ബൈ പറയാൻ പറ്റും. പക്ഷെ പാമ്പും പിന്നെ ഈ റെപ്റ്റൈൽസിനോട് അടുത്ത് പോയിട്ട് എനിക്ക് പടം പോലും കാണാൻ പറ്റില്ല. ഇതാണ്ട് കുരങ്ങച്ചൻ ഭയങ്കര നോട്ടി ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു കൂട്ടിൻ്റെ അകത്താക്കി വെച്ചേക്കുക കുരങ്ങ്. ബാക്കി എല്ലാ ആനിമൽസിനും എന്താ ഈ വെളിയിലുള്ള ഗ്രില്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇതാ ഈ ഗ്രില്ല്. പക്ഷേ ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ വേറൊരു ഗ്രില്ല് ഇട്ടിട്ട് കുരങ്ങനെ അതിൻ്റെ ഉള്ളിലാക്കി വെച്ചേക്കുക. കാരണം അത്രയും നോട്ടി ആയിരിക്കൂല്ലേ കുരങ്ങ്. 1 2 ഇതും അവിടെയുണ്ട്. 3 ഈ കുരങ്ങപ്പൻ എന്തോ തിന്നണ. 4 കുറേ ഉണ്ട്. ഇന്ന് എവിടെ പോവാ? റെപ്റ്റൈൽ പാർക്ക് ഉണ്ടോ അപ്പോ? അവര് റെപ്റ്റൈൽ പാർക്കിൽ പോവാ. പക്ഷെ ഞാൻ പോവില്ല കേട്ടാ, പേടിയാ. കുരങ്ങ നല്ല രസമല്ലേ കാണാൻ? അമ്മ അവിടെ ഗൊറിലുണ്ട്. ഗൊറിലെ കാണാം. ശബ്ദം കേട്ടോ? ഗൊറില എന്താണ്ട് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേങ്കില് അത് ദേഷ്യം വന്ന് ഒളിച്ചിരിക്കുവാന്ന് തോന്നുന്നു. പക്ഷെ കാണാൻ പറ്റുന്നില്ല. എവിടെ എവിടെ? അയ്യോ, അത് ഗൊറില അല്ല, അത് ലെപ്പേർഡാണ്. അത് ലെപ്പേർഡാണ്, ഗൊറില അല്ല. എന്ത്? അതിന്റെ മോളിൽ നിന്ന് കാണാൻ പറ്റുന്നത് ജനി. അതിന്റെ മോളിൽ നിന്ന് കാണാം. ആണോ? ഓക്കെ, ഇതിന്റെ മുകളിൽ കയറാൻ പറ്റുന്ന നോക്കട്ടെ. ഇതാ മോളിൽ നിന്ന് കാണാൻ പറ്റുമോ അത്ര? നോക്കട്ടെ. അവൻ്റെ അത് ഗൊറിലയൊന്നും അല്ല കേട്ടാ, വേറെ ചീറ്റ. ഇതേ നോക്ക്, കണ്ട കിടക്കണേ. ഇതേ കണ്ട കല്ലിന്റെ മുകളിൽ കിടക്കണത്. ഇത് ഭയങ്കര ഓപ്പൺ ആയിട്ട് എനിക്ക് എന്തോ പേടിയാവണം കേട്ടോ. ഇതെന്നെ ഒന്ന് കൊത്തിയാ തീർന്നു. ഈ മനുഷ്യനിത് എവിടെ പോ? ഫബിങ് വന്നേ, എനിക്ക് പേടിയാ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ. ബേർഡ്സാണ്, ബേർഡ് സാങ്ച്വറി തന്നെയാട്ടോ ഇതും. പക്ഷെ ഇത് ഓരോ ഭാഗത്തും കയറാനായിട്ട് ഭയങ്കര ഗേറ്റ്സ്. അത് കേടുമ്പോൾ നമുക്ക് പേടിയാവും. എവിടെ? വെയിൽ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പോലും പറ്റുന്നില്ല. ഇതാ നോക്ക്, ഒരു നെസ്റ്റ് ഉണ്ട്. അമ്മക്കിളിയും കുഞ്ഞിക്കിളികളും. ഇത് മുഴുവനും വേറൊരു ബേർഡ് സാങ്ച്വറി ആട്ടോ. അപ്പോൾ ഇതിൻ്റെ വാതിൽ തുറക്കാൻ ഭയങ്കര ടൈറ്റ്. അപ്പം ഞാൻ ഓർത്തിനി അലൗഡ് അല്ല ഇതിൻ്റെ ഉള്ളിൽ കയറാനേ. പിന്നെ വലിയ ബേർഡ്സ്. അപ്പം എനിക്ക് പേടിയായി തുടങ്ങി. എന്താ നോക്കാം, അവിടെയൊക്കെ ഉണ്ട്. ഞാൻ എടുത്തില്ല മര്യാദയ്ക്ക് വീഡിയോ. കണ്ട വേറെ ടൈപ്പ് കുരങ്ങ്. അതെ കണ്ട, അതും കഴിക്കുക, എന്തോ തിന്നുക. ഇവിടെയുണ്ട് വേറെ. അതെന്തെടുക്കുക കുരങ്ങ്? എന്ത് ചെയ്യുക? അതെന്തായിരിക്കും ചെയ്യണം? അമ്മയും കുഞ്ഞും ആയിരിക്കും അല്ലേ? നോക്ക്, എവിടെ ആദ്യം പറഞ്ഞു? അമ്മക്കുരങ്ങും കുഞ്ഞിക്കുരങ്ങും അത്ര. കുരങ്ങാതെ വിളിച്ചപ്പോൾ തന്നെ പോയി. നല്ല അനുസരണം.
ആ ഇവിടെ ആരാ തൂങ്ങിക്കിടക്കണ നോക്കി ഒറ്റ രണ്ട് കയ്യിൽ നോക്കിയതാരാന്ന് ആദ്യം ഇനി ഫുൾ പ്രാക്ടീസ് ആയിരിക്കും കാരണം ആദ്യം എന്നോട് പറഞ്ഞ നെക്സ്റ്റ് ജന്മത്തിൽ ആദ്യക്ക് കുരങ്ങനായാൽ മതി ആദ്യം ഇങ്ങനെ ആയിരിക്കോ ഓഹോ കുരങ്ങിനപ്പോൾ 6 പാക്ക് ഉണ്ടാവൂല്ലേ തൂങ്ങി 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 ഫബിയനോട് പറഞ്ഞു തൂങ്ങിക്കിടന്ന 6 പാക്ക് ഉണ്ടാവുന്ന വയറ് വലിയും ഇപ്പൊ കുരങ്ങിന് വയറില്ലാത്തതിന്റെ രഹസ്യം ഇതാണല്ലേ നോക്ക് ആദ്യം നോക്ക് ഇത് രസല്ലേ